രാവിലെ നമ്മുടെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇന്നും കോഴി അഴിച്ചു വിടാറ്. അപ്പോൾ അതിരാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലുള്ള ദിവസങ്ങളാണ്. അപ്പം നമുക്ക് മക്കളെ സ്കൂളിൽ വിടണം, രാവിലെ കാര്യങ്ങളുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് വേണം, ലഞ്ച് വേണം. അപ്പോൾ 8 മണിയാകുമ്പോഴേക്കും ഇതെല്ലാം റെഡി ആവണം. അപ്പം കറക്റ്റ് 8:30 ആകുമ്പോഴേക്കും പൊന്നോട്ട് സ്കൂൾ ബസ് വരും. അപ്പോൾ ആ നേരമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അതിന് മുമ്പായിട്ട് എല്ലാം റെഡിയാക്കി അവളെ വഴിയിൽ ഇറക്കി നിർത്തണം. അപ്പോൾ കറക്റ്റ് ബസ് വരുമ്പോൾ തൊട്ട് ഇവിടുന്ന് 2-3 പേരേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കഴിഞ്ഞിട്ടുള്ളൂ. ഇനി സ്കൂൾ ബസ് കടന്നു പോയി കഴിഞ്ഞാൽ അതിന് എനിക്ക് ഇരട്ടിപ്പണിയാവും. അതുകൊണ്ട് കറക്റ്റ് സമയം നോക്കി നിന്ന് അതെല്ലാം തീർത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും കഴിച്ച് ഞാൻ അവളെ ബസ്സിൽ കയറ്റി വിട്ടിട്ട് മാത്രമേ കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള പണികൾക്കൊക്കെ പോകാറുള്ളൂ. അപ്പോൾ എത്രയെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ രാവിലത്തെ ഒരു അത്യാവശ്യം കാര്യങ്ങൾ തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും അത്യാവശ്യമാണ്. ബാക്കി എല്ലാവർക്കും സ്കൂളിൽ പോകേണ്ടവരുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ തീർത്ത് പോയിക്കോളും. എല്ലാം റെഡിയാക്കി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ തീർത്ത ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ ഇവരുടെ അടുത്തേക്ക് വരിക. രാവിലെ എന്തായാലും ഇവർക്ക് സെക്കൻഡ് പ്രയോറിറ്റിയാണ്. അതേ പറ്റത്തുള്ളൂ. നമുക്ക് രാവിലെ അങ്ങനെയല്ല. കാരണം രാവിലെ വീട്ടിലെ കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് ഇവരുടെ പുറകെ വരാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാൻ എല്ലാവരും കൂടെ ഒരുമിച്ചങ്ങ് അഴിച്ചു വിട്ടു തുടങ്ങി കേട്ടോ. കാരണം പഴയ പോലെയല്ല, കുഞ്ഞുങ്ങളൊക്കെ ഇത്തിരി വലുതായി തുടങ്ങി. അപ്പം അവരെ സ്ഥിരം നമ്മളങ്ങനെ കൂട്ടിലിട്ട് തന്നെ തീറ്റ കൊടുത്ത് കോഴിത്തീറ്റൊക്കെ തന്നെ ഇട്ട് കൊടുത്ത് വളർത്തുക എന്ന് പറഞ്ഞാൽ നമുക്കതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ ഇടയ്ക്ക് അഴിച്ചു വിട്ടു തുടങ്ങി. അപ്പോൾ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളിങ്ങനെ അമ്മയുടെ കൂടെ ഇങ്ങനെ നടന്നോളൂ കേട്ടോ. അപ്പോൾ അവർ തീറ്റയൊക്കെ കഴിഞ്ഞ് പോയി ഇതാണ്ട പുല്ലൊക്കെ കുത്തി തിന്ന് അവരങ്ങനെ പാറിപ്പറന്ന് നടന്നോളും. എങ്കിലാണ് കേട്ടോ പെട്ടെന്ന് വലുതാവുള്ളൂ. ഇവർ അങ്ങനെ കൂട്ടി തന്നെ ഇട്ടാർന്നു കഴിഞ്ഞാലും പെട്ടെന്ന് അങ്ങനെ വലുതാവത്തൊന്നുമില്ല. അപ്പോൾ അവർക്കും ഒരു ആശ്വാസവും ഒരു സന്തോഷവും. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് വലുതായിക്കൊള്ളുകയും ചെയ്യും. അവർക്ക് കുറേയൊക്കെ തീറ്റ അവർ സ്വന്തമായിട്ട് കാണുകയും ചെയ്യും. പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ തീർത്ത് നമ്മളിതാ ചെറിയൊരു വിളവെടുപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അത്യാവശ്യം ഒരു തോരനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കളെ വിടുമ്പോൾ അവർക്കുള്ള കറികളൊക്കെ രാവിലെ ആക്കി വിട്ടുന്ന. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് കുറച്ച് പച്ചക്കറി കിടക്കണ്ട ഒന്ന് പറിച്ചെടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ കുറച്ച് ചതുരപ്പയർ കിട്ടി. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കോവയ്ക്ക, 2 വഴുതനങ്ങ, പിന്നെ നമ്മുടെ ഇവിടെ കുറേ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുമ്പളങ്ങ, ഒരു കുമ്പളങ്ങ പറിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഒരു കപ്പളങ്ങ പറിച്ചു. അപ്പോൾ പല കൂട്ടം ഐറ്റംസ് നമ്മൾ പറിച്ചെടുത്തു. ഞാൻ ഈ കുമ്പളങ്ങ ഒന്ന് മുറിച്ചെടുക്കാൻ നോക്കിയിട്ട് എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല കേട്ടോ. കാരണം നാടൻ കുമ്പളങ്ങയാണ്. അപ്പം ഭയങ്കര തുണ്ട് കെട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എന്നെക്കൊണ്ട് മുറിച്ചിട്ട് ഒന്ന് ചെത്തി തരുമെന്ന് ചോദിച്ചു. അങ്ങനെ അത് ഓക്കെ ആക്കി. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ മത്തങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു, തക്കാളി, ബീൻസ്, കോവയ്ക്ക. ഈ കോവയ്ക്ക നമുക്ക് ഒരു ചേട്ടൻ തന്നാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ ഉണ്ടായിക്കോട്ടെ 2-3 കോവയ്ക്ക എടുത്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു സാമ്പാർ വെക്കാമെന്ന് കരുതി. ഇപ്പം നൊയമ്പ് സമയമാണ്. അപ്പം നമുക്ക് ക്രിസ്ത്യൻസിൻ്റെ നൊയമ്പ് സമയമായതുകൊണ്ട് എപ്പോഴും നമുക്ക് നോൺ വെജ് കഴിക്കുന്നവർക്ക് അത് കഴിക്കാം. പക്ഷെ അല്ലാത്തവർക്ക് അല്ലാത്ത കറികൾ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഒരു തോരൻ മാത്രമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു സാമ്പാറും കൂടെ അങ്ങ് ആക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാ കൂട്ടം പച്ചക്കറികളും ഞാനിങ്ങെടുത്തു. ഇതാണ് കപ്പളങ്ങ ചെത്തിയിട്ട് അതിൻ്റെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. മത്തങ്ങ അതും നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ചേന നമ്മളിവിടെ എടുത്തിട്ട് നമ്മൾ സാമ്പാർ വെച്ചതിൻ്റെ ബാലൻസ് ചെയ്യാൻ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് പീസാക്കി നമ്മളുടെ സാമ്പാർ വെക്കാൻ പോവാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കി. ഇനി സാമ്പാർ അവിടെ ആയിക്കോളൂ കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണികൾ ഇങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് പോകുള്ളൂ. കാരണം വീട്ടിലെ പെണ്ണുങ്ങൾക്കറിയാം വീട്ടിലൊരവസ്ഥ. അപ്പോൾ ഈ നൊയമ്പ് സമയമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഓർത്ത് വന്നപ്പോൾ സാമ്പാറായി, തോരനുണ്ട് നിലവിൽ. പിന്നെ മീൻകറി ഇരിക്കുന്നുണ്ട് കേട്ടോ. മീൻകറി എന്ന് വെച്ചാൽ നൊയമ്പില്ലാത്തവർക്ക് മീൻകറി കഴിക്കാം. നമുക്ക് ഹിന്ദുസിൻ്റെ നൊയമ്പ് പോലെയൊന്നും അല്ലല്ലോ. അപ്പോൾ വീട്ടിൽ മീൻ വാങ്ങിക്കണേനൊന്നും കുഴപ്പമൊന്നുമില്ല. നൊയമ്പില്ലാത്തവർക്ക് കഴിക്കാം. അപ്പം എനിക്ക് നൊയമ്പാണ്, മൂത്ത മോന് നൊയമ്പാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്താ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതേ. ചമ്മന്തിപ്പൊടി പുളി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 2-3 തേങ്ങ ഞാൻ ഒരുമിച്ച് വറുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ അതിലിട്ട് ചെറിയ ഉള്ളിയും ഇഞ്ചിയും അതുപോലെ ഒരു പീസ് ഇട്ട്, അതുപോലെ കൊന്നറേ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് മുളക് പൊടിയും ഒക്കെ ഇട്ട് മുപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് പൊടിക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ വന്നിരുന്നപ്പോൾ മുതൽ കോഴി മത്സരിച്ച് കൂണം കേട്ടോ ഇവിടെ ഇരുന്ന്. അവർ കൂട്ടെ, അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ ഒരിത്തിരി പുളി ഒരുപാട് ചേർക്കണില്ല കേട്ടോ. ഞാൻ ഓവറായിട്ട് പുളി വന്നു കഴിഞ്ഞാലും ഒരു രസം ഉണ്ടാവില്ല. അപ്പം ഒത്തിരി പുളി ഇല്ലാണ്ടിരിക്കാനാണ് നല്ലത്. എന്നാൽ അത്യാവശ്യം പുളി വേണം താനും. അപ്പോൾ അങ്ങനെ ഇട്ടതാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രിപ്പ് പൊടിച്ചു. ഓവറായിട്ട് പൊടിഞ്ഞ് വരരുത് കേട്ടോ. അന്നേരം ഇങ്ങനെ കറങ്ങുമ്പോൾ ഉണ്ടല്ലോ അത് എണ്ണ തെളിഞ്ഞ് വരും. എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ശരിക്കും നല്ല പൊടിയായിട്ടിരിക്കുന്നത് ശരിക്കും കട്ടയായിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ടയായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവറായിട്ട് നമ്മളത് പൊടിച്ചെടുക്കരുത്. അപ്പോൾ ഈ പൊടിൻ്റെ അകത്തേക്ക് നമ്മൾ പുളിയും കൂടി ഇട്ട് ആക്കണതുകൊണ്ട് അങ്ങനെ വരില്ല. പിന്നെ എൻ്റെ അതിൽ ഒരെണ്ണം
ഒത്തിരി ഒന്ന് പയ്യെ കട്ടയായി തുടങ്ങിയായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളുടെ ഇടയിലായതുകൊണ്ട് ഒന്ന് ശ്രദ്ധ മാറിയതാണ്. അപ്പോൾ നമ്മൾ ഈ കട്ട എടുത്ത് കൈ പിടിക്കുമ്പോൾ നന്നായിട്ട് എണ്ണമയം വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കത് അറിയാതെ കട്ടയായിട്ട് വരും. ലാസ്റ്റത്തെ പൊടിച്ച് നന്നായിട്ട് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ചമ്മന്തിപ്പൊടിയുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ അതാ ഒരിത്തിരി അമ്പഴങ്ങ അച്ചാറും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അമ്പഴങ്ങ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് വൈകിട്ട്. അപ്പോൾ ആ നോയമ്പൊക്കെ ആയ കാരണം എന്തായാലും സൈഡായിട്ടൊന്ന് എന്തായാലും ഇച്ചിരി ഒന്ന് തൊടാനായിട്ട് എന്തായാലും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചമ്മന്തിപ്പൊടി അച്ചാറും ഒക്കെ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് കേട്ടോ.